ഈ നഗരത്തിന്റെ സർവതോമുഖമായിട്ടുള്ള വികസനങ്ങൾ എല്ലാം അട്ടിമറിച്ച ഒരു പാരമ്പര്യമാണ് LDFന്റെ നഗരസഭാ ഭരണത്തിലുള്ളത്. ഏറ്റവും വലിയ അഴിമതിയുടെ കൂത്തരങ്ങ് ഏതെന്ന് ചോദ്യം ചോദിച്ചാൽ അത് തിരുവനന്തപുരം നഗരസഭയായിരിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട. സ്കൂൾ കുട്ടികൾക്ക് കൊടുക്കാനുള്ള ലാപ്ടോപ്പിന്റെ തീരുമാനം വന്നിട്ട് കമ്പ്യൂട്ടർ കൊടുത്തുകൊണ്ട് 20 ലക്ഷത്തിൽ പരം അഴിമതി. ഇത് സഹിക്കാൻ പറ്റുമോ? ഇത് പാവപ്പെട്ട തിരുവനന്തപുരം നഗരസഭ ഈ അതിർത്തിയിൽ താമസിക്കുന്ന ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഇവിടെ വന്ന് ജോക്കറിസം വെറും സാക്ഷി കഥാപാത്രങ്ങളായി മാറിയിരിക്കുന്നു UDFന്റെ ഒരു 7-8 കൗൺസിലർമാർ. ഇനി ആര് വന്നാലും ഞങ്ങളെ തകർക്കാൻ കഴിയില്ല, തടുക്കാൻ കഴിയില്ല. ശക്തമായ സമര പോരാട്ടങ്ങളുമായി ഞങ്ങൾ മുമ്പോട്ട് നിന്ന് പോകുന്നു. കോർപ്പറേഷന്റെ അഴിമതിക്കെതിരെ ഭാരതീയ ജനതാ പാർട്ടി സംഘടിപ്പിച്ചിരിക്കുന്ന കോർപ്പറേഷൻ മാർച്ച് ഇതാ ഈ വാഹനത്തിന്റെ പിന്നാലെ കടന്നു വരുന്നു. നമസ്കാരം. ഒരിടവേളയ്ക്ക് ശേഷം തിരുവനന്തപുരം നഗരസഭ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. സ്കൂൾ കുട്ടികളുടെ കമ്പ്യൂട്ടർ വിതരണത്തിൽ അടക്കം കൊടിയ അഴിമതിയുടെ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏകദേശം 20 ലക്ഷം രൂപയുടെ തട്ടിപ്പ് ഇവിടെ നടന്നു എന്നാണ് വ്യക്തമാകുന്നത്. ഇതിൽ പ്രതിഷേധിച്ചിപ്പോൾ BJP പ്രവർത്തകർ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇപ്പോൾ BJP പ്രവർത്തകനായ കരമന ജയൻ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ്. കഴിഞ്ഞ 45 വർഷക്കാലമായി തിരുവനന്തപുരം നഗരസഭ ഭരിക്കുന്നത് LDF ഭരണസമിതിയാണ്. ഈ 45 വർഷവും തിരുവനന്തപുരത്തിന്റെ ഈ നഗരത്തിന്റെ സർവതോമുഖമായിട്ടുള്ള വികസനങ്ങൾ എല്ലാം അട്ടിമറിച്ച ഒരു പാരമ്പര്യമാണ് LDFന്റെ നഗരസഭാ ഭരണത്തിലുള്ളത്. ഈ 45 വർഷം കഴിയുമ്പോൾ ഈ 45 വർഷത്തെ ഏറ്റവും അഴിമതി നിറഞ്ഞ ഈ നഗരത്തിനെ തകർത്ത് തരിപ്പണമാക്കി നമ്മുടെ രാജ്യത്ത് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഏറ്റവും വലിയ അഴിമതിയുടെ കൂത്തരങ്ങ് ഏതെന്ന് ചോദ്യം ചോദിച്ചാൽ അത് തിരുവനന്തപുരം നഗരസഭയായിരിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട. കഴിഞ്ഞ 4 വർഷക്കാലമായി ഭരണം തുടങ്ങി മേയർ ആര്യ രാജേന്ദ്രൻ. ഞങ്ങളൊക്കെ മേയർ ആര്യ രാജേന്ദ്രനെ ബഹുമാനിക്കുന്നു. ഒരു സ്ത്രീ എന്ന നിലയിൽ, ഒരു ചെറുപ്പക്കാരി എന്ന നിലയിൽ ഒരു ഉന്നത സ്ഥാനത്ത് തിരുവനന്തപുരത്തെ നഗരമാതാവായി വന്നു. തിരുവനന്തപുരത്തിന്റെ പൊതുസമൂഹം അംഗീകരിച്ചു. ഇപ്പൊ CPMന്റെ നേതാക്കന്മാരും സഖാക്കന്മാരും പറയുന്നത് 45 വർഷക്കാലത്തിന് ശേഷം നമ്മളെടുത്ത ഗോവൻ പറഞ്ഞതുപോലെ ആന മണ്ടത്തരമായി പോയി, നമുക്ക് പോലും തല ഉയർത്തി നടക്കാൻ പറ്റാത്ത സാഹചര്യമാണ് തിരുവനന്തപുരം നഗരത്തിൽ ഉണ്ട് എന്നുള്ളത് പരസ്യമായും സഖാക്കന്മാർ പറയുന്നുണ്ട്, സ്വകാര്യ സംഭാഷണത്തിലും പറയാനുണ്ട്. ഇവിടെ അഴിമതിയുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ എന്റെ പ്രിയമുള്ള മാധ്യമ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഇന്ന് 24 മണിക്കൂർ ഇവിടെ നിന്ന് കേൾക്കേണ്ടി വരും. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഗോപൻ സൂചിപ്പിച്ചു, ഈ അടുത്ത അവസാനമായി നടന്നത് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു വൻ അഴിമതിയാണ്. ആരാ വിജിലൻസ്? കേരളത്തിലെ വിജിലൻസ് ഭരിക്കുന്നത് ആരാ? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വകുപ്പിൽപ്പെട്ടതല്ലേ? ആ വിജിലൻസ് കണ്ടെത്തിയിരിക്കുകയാണ് സ്കൂൾ കുട്ടികൾക്ക് കൊടുക്കാനുള്ള ലാപ്ടോപ്പിന്റെ തീരുമാനം വന്നിട്ട് കമ്പ്യൂട്ടർ കൊടുത്തുകൊണ്ട് 20 ലക്ഷത്തിൽ പരം അഴിമതി. ഇത് സഹിക്കാൻ പറ്റുമോ? സഹിക്കാൻ പറ്റുമോ? പാവപ്പെട്ട പട്ടികജാതി വിഭാഗത്തിന് കൊടുക്കേണ്ട ഫണ്ടിൽ വലിയ അഴിമതി. മാലിന്യ പ്രശ്നം പരിഹരിക്കണമെന്ന് കഴിഞ്ഞ 2010 മുതൽ തിരുവനന്തപുരം നഗരത്തിന്റെ ജനങ്ങളുടെ ആവശ്യമാണ്. വിളപ്പിശാലയിലെ ചവർ ഫാക്ടറി പൂട്ടിയതിനു ശേഷം ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാലത്ത് തിരുവനന്തപുരത്തെ കണ്ടിരുന്നത് എങ്ങനെയാണ്? പണ്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും നല്ല വൃത്തിയുള്ള നഗരം ഏതെന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഉത്തരം തിരുവനന്തപുരം എന്നാണ്. ഇന്ന് തിരുവനന്തപുരത്തിന്റെ അവസ്ഥ എന്താണ്? കഴിഞ്ഞ കടലാക്രമണം നടന്ന സമയത്ത് കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്തെ ഏറ്റവും തീരപ്രദേശ ആ സ്ഥലങ്ങൾ, തീരവാസികൾ താമസിക്കുന്ന അവിടെ ഞങ്ങൾ സന്ദർശനം നടത്തുകയുണ്ടായി. കോർപ്പറേഷന്റെ അനാസ്ഥ. ഇപ്പോൾ വെട്ടുകാട് പാർക്ക് ഇടിഞ്ഞ് പൊളിഞ്ഞതിന് പിന്നിൽ കോർപ്പറേഷന്റെ അനാസ്ഥ. ശംഖുമുഖം ആറാട്ടുകടവ്
അനാദികാലം തൊട്ട് തിരുവനന്തപുരത്തിന്റെ പൈതൃകവും പാരമ്പര്യമുള്ള ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് 2 ഉത്സവം, പൈങ്കുനി ഉത്സവവും അൽപ്പശ ഉത്സവവും, 2 ഉത്സവത്തിന്റെ ഭഗവാനെ കൊണ്ടുവന്ന് ആറാടുന്ന സംഗമുഖത്തെ ആറാട്ട് മണ്ഡപത്തിന്റെ അവസ്ഥ എന്താണ്? ഒരു കടലാക്രമണം കൂടി വന്നു കഴിഞ്ഞാൽ ആറാട്ട് മണ്ഡപം കൂടി എടുത്തുകൊണ്ട് പോകുന്ന സാഹചര്യമാണ്. എത്രയെത്ര കുടുംബങ്ങൾ നഗരസഭയോട്, ഈ നഗരസഭ തന്നെ കഴിഞ്ഞ 3 മാസത്തിന് മുമ്പ് മാംസം വിളമ്പാൻ, മാംസം കഴിക്കാൻ, പാചകം ചെയ്യാൻ ഇവിടുത്തെ മേയർ ആര്യ രാജേന്ദ്രൻ ഒപ്പിട്ടു. അവർക്ക് അനുവാദം കൊടുത്തു. ആറാട്ട് മണ്ഡപത്തിന്റെ പൈതൃകവും പൗരാണികവുമായിട്ടുള്ള പുണ്യസ്ഥലത്ത് അതിനെപ്പോലും തകർക്കുന്ന തരം ശംഖുമുഖം, വെട്ടുകാട് മുതൽ പൂന്തറ വരെയുള്ള പ്രദേശങ്ങളിൽ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഈ സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യുന്നു? സംസ്ഥാന സർക്കാരും കോർപ്പറേഷനും കൂടി ചെയ്യേണ്ട പല കാര്യങ്ങളും അവിടെ അഴിമതികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇത് പാവപ്പെട്ട തിരുവനന്തപുരം നഗരസഭ ഈ അതിർത്തിയിൽ താമസിക്കുന്ന ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. മാലിന്യ പ്രശ്നം ഇപ്പോൾ എന്താ? മാലിന്യ പ്രശ്നം പരിഹരിക്കണം. പക്ഷേ ഇപ്പോൾ കുടപ്പനക്കുന്നിലെ കൃഷിഭവനെ അതിനെ മാറ്റിയിട്ട് അവിടെ ഇത് ആർക്ക് വേണ്ടിയാണ്? നിങ്ങൾ ഇത് ആർക്ക് വേണ്ടിയാണ്? തിരുവനന്തപുരത്തെ ചില സഖാക്കന്മാർക്ക് കോടികൾ സമ്പാദിക്കുന്നതിന് വേണ്ടിയുള്ള ഒത്താശയല്ലേ ഇവിടെ എം ആർ ഗോവൻ പറഞ്ഞത്? അത് ശരിയല്ലേ? അവരുടെ കീശ വേർപ്പിക്കുവാൻ ഒരു കറവ പശുവായി തിരുവനന്തപുരം നഗരസഭയെ മാറ്റുന്നു. ഇവിടെ വേറൊരു പ്രതിപക്ഷം എന്ന് പറഞ്ഞ് നടക്കുന്ന UDF-കാരുണ്ട്, 4-3-7 ആൾക്കാരുണ്ട്. ഇവിടെ വന്ന് ജോക്കറിസം കാണിച്ച് പോണതല്ലാതെ UDF വലിയ സംഭവമാണ്, കേരളത്തിലെ വലിയ സംഭവം ആകാൻ പോകുന്നു എന്ന് പറയുന്നത് ഇവിടെ വന്ന് ജോക്കറിസം വെറും ഹാസ്യ കഥാപാത്രങ്ങളായി മാറിയിരിക്കുന്നു UDF-ന്റെ ഒരു 7-8 കൗൺസിലർമാർ. ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി പൗരുഷമുള്ള പാർട്ടിയാണ്. ആരാധനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്. അത് മനസ്സിലാക്കണം. ഇവിടെ ഞങ്ങൾക്കറിയാം. ഇവിടെ ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചു, ഇപ്പോൾ എന്താണ് ഈ സമരത്തിന്റെ പ്രസക്തി എന്നാണ്. ഈ നഗരത്തിലെ ജനങ്ങൾ 4 വർഷക്കാലം ഇവിടുത്തെ 35 കൗൺസിലർമാരെ ഈ നഗരസഭയ്ക്കകത്ത് ഒരു പ്രധാന പ്രതിപക്ഷം എന്ന നിലയിൽ ഞങ്ങളുടെ കടമ അവർ കൃത്യമായും നിറവേറ്റുന്നുണ്ട്. BJP ജില്ലാ കമ്മിറ്റി ശക്തമായ സമര പോരാട്ടങ്ങൾ കഴിഞ്ഞ 4 വർഷക്കാലം ഇവിടെ നടത്തുകയാണ്. അതിന്റെ തുടർന്ന സമരമാണ്. അത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടാണ് പുതിയ ജില്ലാ കമ്മിറ്റി ഏറ്റെടുത്തിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കാൻ, മേയർ ആര്യ രാജേന്ദ്രൻ അല്ല ഭരിക്കുന്നത്, അതിന് ചില സഖാക്കന്മാരാണ്. സഖാക്കന്മാരോട് ഞാൻ പറയുകയാണ്, തിരുവനന്തപുരം നഗരസഭയെ ജനങ്ങളെ സംരക്ഷിക്കുവാൻ ബാധ്യതയുള്ള ഒരു ജനാധിപത്യ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ഞങ്ങൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കും. ശക്തമായ സമര പോരാട്ടങ്ങൾ ഞങ്ങൾ നടത്തും. ഇവിടെ പോലീസ് മർദ്ദനമൊക്കെ ഇഷ്ടംപോലെ ഞങ്ങൾ നേരിട്ടവരാണ്. ലോക്കപ്പും ജയിലും എല്ലാം കഴിഞ്ഞ് വന്നവർ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി. കേരളത്തിൽ ഞങ്ങൾ ആരെയും ഒത്താശയിൽ വളർന്നതല്ല, ആരെയും സൗജന്യത്തിൽ വളർന്നതല്ല. ഇവിടെ CPM-ന്റെയും കോൺഗ്രസിന്റെയും കഴിഞ്ഞ കാലങ്ങളിലെ ഭരണങ്ങൾക്ക് എതിരെ ശക്തമായ പോരാട്ടങ്ങൾ നടത്തി അനേകമായ രക്തസാക്ഷികൾ സൃഷ്ടിച്ചുകൊണ്ട് ഈ ആശയത്തിന് വേണ്ടിയും ആദർശത്തിന് വേണ്ടിയും ഞങ്ങൾ പോരാടിയിട്ടുള്ള ഒരു മഹാപ്രസ്ഥാനമാണ്. ഞങ്ങളെ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കാൻ നോക്കണ്ട. ഇപ്പൊ കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് ഇതെല്ലാം മറക്കാൻ വേണ്ടി ചില വ്യാജ ആരോപണങ്ങളുമായി വന്നിട്ടുണ്ട്. എന്റെ പ്രിയമുള്ള സഖാക്കന്മാരെ, ഈ വ്യാജ ആരോപണങ്ങളുമായി വന്നാൽ അതിൽ പിന്നോട്ട് പോകുന്ന പ്രസ്ഥാനമല്ല ഭാരതീയ ജനതാ പാർട്ടി. തിരുവനന്തപുരം കേരളത്തിലെ ദൈവത്തിന്റെ സ്വന്തം നാടിന്റെ തലസ്ഥാനമാണ്, പൈതൃക നഗരമാണ്. ഈ പൈതൃക നഗരത്തെ സംരക്ഷിക്കുവാൻ ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വരും. ഇനിയുള്ള നാളുകളിന്റെ പ്രവർത്തകരോട് പോരാട്ടങ്ങളുടെ നാളുകളാണ്. കരുതിയിരുന്നു, നിങ്ങൾക്ക് നേരിടാൻ പോലീസല്ല, പട്ടാളമല്ല, ഇനി ആര് വന്നാലും ഞങ്ങളെ തകർക്കാൻ കഴിയില്ല, തടുക്കാൻ കഴിയില്ല. ശക്തമായ സമര പോരാട്ടങ്ങളുമായി ഞങ്ങൾ മുമ്പോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. വന്ദേ മാതരം.
എന്തായാലും സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന കമ്പ്യൂട്ടർ വിതരണത്തിലടക്കം വലിയ രീതിയിലുള്ള അഴിമതി നടന്നിട്ടുണ്ട് എന്നാണ് BJP പ്രവർത്തകർ വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.